യെസ്, അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അപ്രതീക്ഷിതമായി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി നമ്മുടെ മുഖ്യമന്ത്രി. യെസ്, അപ്പോൾ കേരള പിറവി ദിനം കൂടി പ്രമാണിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. എന്തായാലും ഇലക്ഷനാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നറിയാം. അപ്പോൾ നവംബർ 1 പ്രഖ്യാപിക്കാനിരുന്നതാണ്, പക്ഷേ ഇന്നലെ പ്രഖ്യാപിക്കേണ്ട ഒരു അനിവാര്യമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ പ്രഖ്യാപിച്ചത് കൊണ്ട് വളരെ നന്നായി എന്ന് തന്നെയാണ് തോന്നുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാളുകളായി ഗ്രസിച്ചിരുന്ന ഒരു നെഗറ്റീവ് എനർജി ഇന്നലെ അങ്ങോട്ട് മാറി കിട്ടിയിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായ പ്രഖ്യാപനം ഉണ്ടാവുകയും. അതിനപ്പുറത്തേക്ക് ഈ പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാവരും സംതൃപ്തരാണോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ ഇതിനൊക്കെ പണം എവിടെ നിന്നാണെന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. മുഖ്യമന്ത്രിയോട് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ പണം ഉള്ളത് കൊണ്ടാണല്ലോ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പണം ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. 3ാം വട്ടവും തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് പിണറായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ. സംശയമൊന്നുമില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ ആരോപണവും ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ മറികടക്കാനാകും ഈ പ്രഖ്യാപനത്തിലൂടെ എന്നാണ് LDF-ന്റെ പ്രതീക്ഷ. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്നാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യവും പ്രതിപക്ഷത്തിന്റെ എന്താ പറയാ അതിനുള്ള തിരിച്ചുപണി. തീർച്ചയായിട്ടും സുനിൽ ഐസക് അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഗുഡ് മോർണിംഗ്. സുനിൽ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 64 ലക്ഷത്തോളം ആളുകൾ ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. അത്രയും ആളുകൾക്ക് 400 രൂപ അധികം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആശ്വാസമാണ്. ഒപ്പം ആശമാരുടെ കാര്യത്തിൽ അവർ നാളുകളേറെയായി സമരത്തിലാണ്. അവർക്ക് 1000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നു, അതവർക്കും ആശ്വാസമാണ്. ഇങ്ങനെ ഒരു ആശ്വാസ പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നതിന്റെ ഒരു സാഹചര്യവും പശ്ചാത്തലവും അതിന്റെ ഒരു നിർബന്ധിതാവസ്ഥയും അതെങ്ങനെയാണ്? ഷിബു, ജിൽസി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം PR ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മിനി ക്ഷേമ ബജറ്റ് പ്രഖ്യാപനമാണ് ശരിക്കും മുഖ്യമന്ത്രി നടത്തിയത്. സമസ്ത മേഖലകളിലും ഏതാണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ 2 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിലൊന്ന് അതിൻ്റെ ഒരു സാമ്പത്തിക വശവും മറ്റൊന്ന് അതിൻ്റെ രാഷ്ട്രീയ വശവുമാണ്. അതിൻ്റെ സാമ്പത്തിക വശം നമ്മൾ എടുത്താൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ ഒരു ദിവസം മാത്രം മുഖ്യമന്ത്രി നടത്തിയത്. നമുക്ക് കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്ന അടക്കം നിരവധി പ്രതിസന്ധികൾ സാമ്പത്തിക രംഗത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം വലിയ തോതിലുണ്ട്. ഈ ക്ഷേമ പെൻഷന്റെ വർധനവിന് മാത്രം 200 കോടി രൂപ വേണം എന്നാണ് ഇന്നലെ ധനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. മൊത്തം എല്ലാ പദ്ധതികൾ കൂടി 10,000 കോടി രൂപ. ഈ 10,000 കോടി രൂപ കണ്ടെത്താനുള്ള വഴി എന്ത് എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. അത് ആ ഒരു ചോദ്യം പ്രതിപക്ഷവും ഇന്നലെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്, അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് ഇത് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വലിയ കോൺഫിഡൻസിലായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് സേഫ് പറഞ്ഞതുപോലെ പൈസ ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. മാത്രമല്ല മറ്റന്നാൾ മുതൽ 1-ാം തീയതി മുതൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പറയുകയും ഇവിടെ ഇപ്പോൾ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഇനി ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, ആ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുക എന്നതാണ്. അത് കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് 25 മുതൽ 30% വരെ അത്തരത്തിൽ വെട്ടിക്കുറക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പരാതി. സ്വാഭാവികമായും ഇത്തവണയും ആ പണം കണ്ടെത്തണമെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ നിലവിലുള്ള വഴി. അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും തരത്തിൽ നികുതി ഇനങ്ങളിൽ വർധനമുണ്ടാക്കിയൊന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാൻ സർക്കാർ ശ്രമിക്കില്ല എന്നത് ഉറപ്പാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. നോക്കൂ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിളായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പ്രാദേശികമായ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ കൂടിയും ഒരു ജനമനസ്സ് എങ്ങോട്ടേക്ക് എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം തന്നെയായിരിക്കും സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ സംബന്ധിച്ച് അവർക്കൊരു ഊർജം പകരുന്നതായിരിക്കും. അവരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇതിന്റെ ഫലം എന്ന് പറയുന്നത്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുകയാണ്. ഈ വരുന്ന 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ആയിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം
പുറപ്പെടുവിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 1-ാം തീയതി മുതൽ തന്നെ ഈ പദ്ധതികളിലേക്ക് പ്രഖ്യാപനം നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അവിടെ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി ഈ ഭൂരിപക്ഷ സമുദായം LDF-നെ വിട്ടുപോയി എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനുള്ള തിരക്കിട്ട ശ്രമങ്ങളിലായിരുന്നു LDF-ഉം പ്രത്യേകിച്ച് CPM-ഉം ഒക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അയ്യപ്പ സംഘം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. SNDP-യും NSS-ഉം ഒക്കെ കയ്യും മെയ്യും മറന്ന് അവർക്കൊപ്പം സജീവമായി നിൽക്കുന്നു. അങ്ങനെ സർക്കാരിന് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ പാതയിലൂടെയായിരുന്നു സർക്കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇടുത്തി പോലെ ഈ ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളക്കേസ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ അന്വേഷണം ഏതെങ്കിലും ഒരു പോറ്റിയിലോ മുരാരി ബാബുവിലോ ഒന്നും നിൽക്കുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത് നീണ്ട് എവിടെ എത്തുന്നു? നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീടിന്റെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുന്നു. സ്വാഭാവികമായും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ നോമിനിയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്. മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് കൂടി ആരോപണം വരുന്നു. സ്വാഭാവികമായും ഭക്തരെ സംബന്ധിച്ച് അത് വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ CPM-നുണ്ട്, LDF-നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ. ഏറ്റവും ഒടുവിൽ പോലും ചില വിവാദങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലൊക്കെ കണ്ടു. CPI-യും CPM തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ LDF-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള വിവാദങ്ങളിൽ നിന്ന് സ്വാഭാവികമായും കരകയറാനുള്ള ഒരു വഴി എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ വലിയ സുനിൽ, തീർച്ചയായിട്ടും അത്തരം ഒരു പ്രഖ്യാപനം തന്നെയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, വിവാദങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനും മറികടക്കാനും ആയിട്ടുള്ള ഒരു സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായി തന്നെ കാണാം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നുള്ള ചോദ്യമൊക്കെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഈ നീക്കങ്ങളെ എങ്ങനെ നേരിടുമെന്നാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. നമുക്കറിയാം കോവിഡ് കാലത്തെ സർക്കാരിന്റെ കിറ്റ് പ്രഖ്യാപനമൊക്കെ വലിയ ഹിറ്റായിരുന്നു. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങളിലും അത്തരത്തിലുള്ള ആശങ്കയുണ്ടാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ പ്രതിപക്ഷം ഏത് രീതിയിലായിരിക്കും ഈ ജനകീയ പ്രഖ്യാപനങ്ങളെ നേരിടുക എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്, അല്ലേ?